നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ ചെയ്യേണ്ട ചെറിയ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ആർക്ക് വേണമെങ്കിലും അഭ്യസിക്കാവുന്നതാണ്. ഈ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അതിൻ്റെ റിസൾട്ട് ഭയങ്കര വലുതാണ്. എന്താണോ? അക്സെപ്റ്റൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് അക്സെപ്റ്റൻസ്? നമുക്ക് വേണ്ടിയിട്ടോ അല്ലാതെയോ ഒരാളൊരു നല്ല കാര്യമാണ് ചെയ്തത് എന്ന് തോന്നിയാൽ, നല്ലതും ചീത്തയും ഓരോരുത്തരുടെ പെർസെപ്ഷനാണ്. അതായത് കാഴ്ചപ്പാടനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും, സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് അതുകൊണ്ട് റിസൾട്ട് നല്ലതാണ് എങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം നല്ലതാണ് എന്ന് നമ്മൾ ആ പറഞ്ഞ മനുഷ്യനോടും പറയുക, ചെയ്ത മനുഷ്യനോടും പറയുക, ബാക്കിയുള്ളവരോടും നമുക്ക് ചുറ്റുമുള്ളവരോടും പറയാം, ഇന്ന ആൾ ഇന്നത് ചെയ്തത് എൻ്റെ ലൈഫിൽ ഇത്ര വലിയൊരു കാര്യമായിരുന്നു, അതെനിക്ക് ഇത്ര വലിയൊരു റിസൾട്ട് തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആ ആൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വവും നമുക്കില്ല. പക്ഷേ നമുക്ക് ചെയ്തു തന്ന ആ കാര്യം നമുക്ക് അത്രമേൽ ഗുണം തന്നു. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അയാൾ അങ്ങനെ ചെയ്തത് എനിക്ക് ഗുണമായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക, അയാളെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ചെയ്ത കാര്യത്തിന് നന്ദി ഉണ്ടായിരിക്കുക. അയാൾ ചെയ്യുന്ന എല്ലാ കാര്യവും 100%, ഒരാളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊരു കൊച്ചുകുട്ടിയാവാം, ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷം, ആനന്ദം തരാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ മനസ്സിൽ അവരോടും പറയുക, ചുറ്റുമുള്ളവരോടും പറയുക. അത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയും കൂട്ടും, കേൾക്കുന്നവരുടെയും പോസിറ്റിവിറ്റി കൂട്ടും. നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്സെപ്റ്റൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴാണ് പ്രകടിപ്പിക്കണേന്നറിയോ? നിങ്ങൾക്കൊക്കെ അറിയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്തു കൂട്ടിയ പുണ്യകാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കും. അതെന്നാ ആ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അയാളുടെ ചെവികൾക്ക് കേൾവിശക്തിയുള്ള സമയത്താണെങ്കിൽ, കണ്ണുകൾക്ക് കാഴ്ചശക്തിയുള്ള സമയത്താണെങ്കിൽ അത് അയാളിൽ നിറയ്ക്കുന്ന സന്തോഷം ഒരുപാട് വലുതാണ്. നമ്മുടെ മുന്നിലെ ജീവിതത്തിൽ, നമ്മുടെ മുന്നിലെ ഇരുട്ടിലൊക്കെ വെളിച്ചമാകാൻ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡിന് കഴിയും. അക്സെപ്റ്റൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതിങ്ങനെ പറയലോ അല്ലെങ്കിൽ കുറച്ച് നേരം തത്വശാസ്ത്രം പറയാം, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കുക. അത് ഇന്നയാൾ വേണമെന്നൊന്നുമില്ല, എല്ലാവരോടും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ദൂരെ സഞ്ചരിക്കണതോ, ഒരുപാട് ഉയരത്തിൽ സഞ്ചരിക്കണതോ, ഒരുപാട് സ്പീഡ് സഞ്ചരിക്കണതോ ഒന്നുമല്ല. അവനവൻ്റെ ഉള്ളിലെ ആനന്ദത്തെ കണ്ടെത്താൻ പറ്റി ആ ആനന്ദത്തിൽ ലയിച്ചിരിക്കാൻ പറ്റണതാണ് ഗുണവും സുഖവും ഒക്കെ. ആലോചിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ടും ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ കാണാം. താങ്ക് യു.